അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് പണവും സ്നേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് സ്നേഹബന്ധങ്ങൾക്കാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിലേക്ക് പണത്തിൻ്റെ കണക്കുകളും ചോദ്യങ്ങളും കടന്നു വരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ തണൽ നഷ്ടപ്പെടുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ എന്തെങ്കിലും നൽകുമ്പോൾ അതൊരു കടമായി മാറരുത്. നമ്മൾക്ക് ഒരു ഭാരം പോലെ തോന്നുകയും അരുത്. ഒരു ഭർത്താവ് ഭാര്യയോട്, മക്കൾ മാതാപിതാക്കളോട്, സഹോദരൻ സഹോദരങ്ങളോട് ഓരോ ചെറിയ കാര്യത്തിനും കണക്കുകൾ ചോദിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുകയാണ്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം വിശ്വസിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഇപ്രകാരം പറഞ്ഞതായി കാണാം: നിങ്ങളിൽ ഒരാൾക്ക് തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനു വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ അവൻ യഥാർത്ഥ വിശ്വാസിയാവില്ല എന്നതാണ്. ഒരു കുടുംബത്തിൽ ഒരാളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും മറ്റൊരാൾക്ക് സംശയത്തോടെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ചിലവഴിക്കുന്ന പൈസയ്ക്കും കണക്ക് ചോദിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ തകർച്ചയുടെ തുടക്കമാണ്. അവിടെ സ്നേഹമൊരു കണക്കെടുപ്പായി മാറുന്നു. സാമ്പത്തിക ഭാരം സ്നേഹത്തെ ഇല്ലാതാക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 19-ാമത്തെ ആയത്തിൽ പറയുന്നു: നിങ്ങളിൽ നിന്നുമുള്ള പുരുഷന്മാർ സ്ത്രീകളോടും സ്ത്രീകൾ പുരുഷന്മാരോടും അങ്ങേയറ്റം ദയയോടുകൂടി വർത്തിക്കുക എന്ന്. ഈ ദയ പണത്തിൻ്റെ കണക്കെടുപ്പുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുക. അവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കുക. കണക്കുകൾ ചോദിക്കാതെ, സംശയങ്ങൾ കൂടാതെ വിശ്വസിക്കുക. സത്യവിശ്വാസിയുടെ ജീവിതം ഇഹലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അപ്പുറം പരലോകത്തിനു വേണ്ടിയുള്ളതാണ്. നമ്മുടെ സമ്പത്ത് നമുക്ക് മരണശേഷം ഉപകരിക്കുന്നത് ദാനധർമ്മങ്ങളിലൂടെയും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയുമാണ്. അതുകൊണ്ട് കണക്കുകൾ ചോദിച്ച് സ്നേഹത്തെ നശിപ്പിക്കാതെ നമ്മുടെ സമ്പത്തിനെ പരലോകത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുക. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കട്ടെ. നമ്മുടെ ബന്ധങ്ങളിൽ വിശ്വാസവും ദയയും നിലനിർത്തട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.